പള്ളിക്കുന്ന് പള്ളീൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ഒരു ചേച്ചി കുഞ്ഞാവയ്ക്ക് നിലത്തിരുന്നിട്ടാണ് ചോറും പാത്രം നിലത്ത് വെച്ചിട്ടാണ് ചേച്ചി വാവയ്ക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കടകൾ ഇവിടെ തൊട്ട് ഉള്ളിലേക്ക് നല്ല രസമുണ്ട്. കണ്ടു. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഇഷ്ടമുള്ള സൈസിലുള്ള കല്ലെടുക്കാം. പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ആളുകൾ പ്രായമായവർക്കും അതുപോലെ തന്നെ അമ്മയും കുഞ്ഞുങ്ങൾക്കുമാണ് ഭയങ്കര ഡിഫിക്കൽട്ട്. അത്ഭുതകരമായ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും D4 ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ പള്ളിക്കുന്ന് മാതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നേർച്ചയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവർ ഉറപ്പായിട്ടും കാണണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും വീടുകൾ നമുക്ക് കയറി നമ്മൾ നേർച്ചയൊക്കെ വാങ്ങി ആ നേർച്ചയും കൊണ്ട് നമ്മളിനി മാതാവിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ മാതാവിന് വേണ്ടിയിട്ട് നമ്മൾ അരിമ്പാറ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം മാതാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് നേർന്ന്. അപ്പോൾ അത് എന്ത് കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും എന്താ പറയുക അരിമ്പാറ വന്നാൽ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ചൊറി വന്നത് പൊട്ടി സീനാവുക, അപ്പോൾ അത് മാറുന്നില്ലെങ്കിൽ നമുക്ക് മാതാവിന് അരിമ്പാറ അപ്പം നേർന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് നമുക്ക് നേർച്ചയായിട്ട് പള്ളിയിൽ കൊണ്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ അസുഖങ്ങളൊക്കെ വേഗം തന്നെ നമ്മുടെ എല്ലാ അസുഖങ്ങളും നമ്മൾ മാറും. അപ്പോൾ നമുക്ക് അനുഭവത്തിലൂടെയാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെ അരിമ്പാറയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും വാവാറ്റയും ബൈകളെ അമ്മച്ചി നമ്മളെല്ലാവരും ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്കിത് നേരെ പള്ളിയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ സൂപ്പർ ഡ്യൂപ്പർ കൂൾ ആയിരിക്കും. അപ്പോൾ ഞാനിത് റെഡിയായി സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? പള്ളിക്കുന്ന് മാതാവിൻ്റെ അടുത്തേക്ക് പോകാം. ഗായ്സ്, ഇപ്പോൾ നമ്മളെല്ലാവരും സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ മാതാവിൻ്റെ അടുത്തേക്ക് പോവാല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഗായ്സ്, അങ്ങനെ നമ്മളെല്ലാവരും ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ നമുക്ക് ബസ്സിന് പോകണം. അപ്പോൾ നമുക്ക് മിക്കവാറും 2 ബസ്സിന് പോകേണ്ട വരും കേട്ടോ. പിന്നെ അവിടെ നമുക്കൊരു ഓട്ടോയ്ക്ക് പോകാം. പിന്നെ അങ്ങോട്ട് ഡയറക്റ്റ് നമ്മുടെ പള്ളിക്കുന്നിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ ബസ്സിന് ഇപ്പോൾ നല്ല തിരക്കുമായിരിക്കും. നമുക്ക് അതിൻ്റെ ടൈമും നമുക്ക് അറിയത്തില്ല കേട്ടോ. അറ്റ് ലാസ്റ്റ് ഗായ്സ് നമ്മുടെ ബസ് ഇതേ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ ഞാനും അവരുടെ ഫ്രണ്ടിലിരിക്കുകയാണ്. പൈങ്കിളി നമ്മുടെ തൊട്ടടുത്താണ്. അപ്പോൾ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് അമ്മച്ചിയും മമ്മേൻ്റെ തൊട്ട് ബാക്കിലിരിക്കും ട്ടോ. അപ്പൊ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മുടെ റോഡ് മൊത്തം ഭയങ്കര പണിയായിരുന്നു കേട്ടോ. അപ്പൊ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോഡ് മൊത്തത്തിലോ നല്ലതായിട്ടൊന്ന് വീതി വെപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഘട്ടറായിരുന്നു. നമ്മളെയൊക്കെ കുലുക്കി സർബത്തായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ട്രാഫിക് ജാമിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മണ്ണെല്ലാം മാന്തി എടുത്തിട്ട് ഈ ലോറി എവിടെയോ കൊണ്ടിടുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വെയിലത്ത് നിന്ന് കരിഞ്ഞ് പണിയെടുക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഗായ്സ്. അങ്ങനെ നമ്മളിത് ബസ് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ബസ്സിലുള്ള എല്ലാവരും തന്നെ നോക്കിക്കേ, ഈ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും നമ്മുടെ പള്ളിക്കുന്നിലേക്കുള്ളവരായിരുന്നു. അതാണ് നല്ല രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബസ്സിലുള്ള 3/4 ആൾക്കാരും ഇത് ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്തൊരു ബസ്സിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾക്ക് KSRTC ബസ്സായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാനും പങ്കെടുത്ത ഫ്രണ്ടിൽ, അവർ 3 പേരും ബാക്കിലിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഷട്ടർ അടിച്ചിട്ട്, കാരണം വെയിലടിച്ചടിച്ച് ഞാൻ കരിഞ്ഞു പൊരിഞ്ഞ് പോവുമായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി അവിടുന്ന് ഡയറക്റ്റ് ഒരു ഓട്ടോയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരം ഉള്ളൂ, എങ്കിലും ഇച്ചിരി ദൂരം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബസ് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ബസ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ടൈം ആവും കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ ടൈമും നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മൾ ഓട്ടോയിലിരുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യത്തിലും തീരുമാനമാവും. കാരണം ചുട്ട വെയിലത്തേക്കാണ് നമ്മളിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. പള്ളിക്കുന്ന് പള്ളീൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ കൊടിയേറി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സ്പെഷ്യലാണ് നമ്മുടെ പള്ളിക്കുന്ന് പള്ളിയിലെ പെരുന്നാൾ. അപ്പോൾ ആനയൊക്കെ വരും നമ്മുടെ പള്ളിക്കുന്ന് പള്ളീൻ്റെ പെരുന്നാളിന്. അപ്പോൾ ഭയങ്കര തിരക്കാണ്, എല്ലാവരും വളരെ തിരക്കേറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സേഫ് അല്ല കൊടിമാരാണ് ഗായ്സ് ഈ കാണുന്നത്. പുതിയ കൊടിയൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രാക്ക്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പം അമ്മയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് കടകൾ ഇവിടെ തൊട്ട് ഉള്ളിലേക്ക് ഇഷ്ടം പോലെ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കതൊക്കെ ഓൺ ദ വേ കാണാം. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത
വൈബാണ് ഇവിടെ. പക്ഷെ വെയിൽ മാത്രം സഹിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. അതാണ് ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. കണകുണ സാധനങ്ങൾ നമുക്ക് വേണ്ട എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ പള്ളിയിലേക്ക് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടക്കാം. അപ്പൊ പള്ളീന്റെ ഫ്രണ്ടിൽ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ട് അലങ്കരിച്ചേക്കാണ്. അപ്പൊ രാത്രി ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ്. ഗായ്സ്, ഇപ്പൊ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ കുറെ ഒക്കെ വാങ്ങാൻ തോന്നുന്നുണ്ട്. ബാഗിന്റെ, അതന്നെ ബാഗിന്റെ, ചെരുപ്പിന്റെ, സെറ്ററിന്റെ, കൊട്ടേന്റെ, എന്ത് വേണം എല്ലാം കൊണ്ടൊരു പൂരം തന്നെയാണ്. അപ്പൊ ശരിക്കും വലിയൊരു പെരുന്നാൾ തന്നെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ടും. അപ്പൊ നമുക്ക് അത് ഇത് നമ്മുടെ വാവാറ്റയും അമ്മയും വാവാറ്റയും അമ്മയും അമ്മച്ചിയും അമ്മയും കൂടെ ഇത് ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്. നിങ്ങൾ എപ്പോഴാണ് വന്നേ? ഇപ്പൊ എത്തിയതുള്ളൂ. ഓക്കെ, ഞങ്ങളിപ്പോന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നടന്ന് പള്ളീന്റെ അടുത്തേക്ക് പോവാം. അല്ലേ മമ്മേ? ഭയങ്കര ചൂടാണ്, അതാണ് ഒരു രക്ഷയില്ലാത്തത്. അതെ, ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടാണ്. എന്നാലും എന്താ പറയാ, ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടും പോയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. വളരെ വിലക്കുറവിലാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. അപ്പം 10, 20, 30 രൂപേന്റെ കടയുണ്ട്. പിന്നെ 200, 250. അപ്പൊ അതിന്റെ കടകൾ, അതുപോലെ ഐസ്ക്രീംസിന്റെ കടകൾ ഒരുപാട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതെ, മെയിൻ ഐറ്റാണ് ഐസ്ക്രീം. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തട്ടി നമുക്ക് നടക്കാൻ കഴിയില്ല. അപ്പം ഇത് നമ്മുടെ ഈ പള്ളിപ്പെരുന്നാൾ തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ ഇഷ്ടം പോലെ തിരക്കായിരിക്കും. അതാണ് വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ആർക്ക് വേണമെങ്കിലും നമ്മുടെ മാധവന്റെ വാവ്. അപ്പൊ മൊത്തത്തില് വിലക്കുറവും തന്നെ വിലക്കുറവാണ്, ഒരു രക്ഷയില്ലാത്ത വിലക്കുറവാണ് ഗായ്സ്. അപ്പൊ കമ്മലുകൾ 20, 30 നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ഇന്നലെ ഉത്സവത്തിന് പോയപ്പോ അവിടെ 70 റുപ്പീസ് ആണ് ഒരു ജോഡി കമ്മലിന് പറഞ്ഞത്. ഫാൻസി ഏതെടുത്താലും 20, 30, 40. ഓ വാവ്. അപ്പൊ നമുക്ക് എന്തായാലും പള്ളിയിൽ പോയി തിരിച്ചുകൊണ്ട് നമുക്ക് ഈ വഴിയൊക്കെ നമുക്ക് വരണം. ഗായ്സ്, അങ്ങനെ നമ്മളിത് നമ്മുടെ പള്ളിയുടെ വഴിയോരങ്ങളിൽ കൂടി നടന്നു പോവാണ്. അപ്പൊ ഇഷ്ടം പോലെ കടകളും കളിപ്പാട്ടങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഭയങ്കര വെയിലാണ്, അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് സേഫ്റ്റിക്ക് എല്ലാവരും കുടയൊക്കെ എടുത്തിട്ട് പോരെ. എന്തായാലും നമ്മൾ സേഫ്റ്റിക്ക് കുടയും മടിയും ഒന്നും എടുക്കാതെയാണ് വരുന്നത്. അതാണ് ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഒരുപാട് നമ്മുടെ എന്താ പറയാ കൊന്തകളും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസും എല്ലാം. എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് ഒരു കൊന്ത ഉറപ്പായിട്ട് വേണം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ ഒരു ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഒരുപാട് കൊന്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നല്ല കുറെ പിക്ചേഴ്സും എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും അപ്പൊ ഞാൻ വാങ്ങിയത് തന്നെ ചെയ്യും കേട്ടോ. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടോണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ തോന്നും. അതെ, കണ്ണ് നിറയുന്ന കാഴ്ചകളാണ്. അപ്പൊ അവര് ഫ്രണ്ടിലേക്ക് അങ്ങനെ നമ്മളിപ്പം നമ്മുടെ പള്ളീൻ്റെ സ്റ്റേജിന്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയുള്ള എന്താ പറയാ കസേരകളും കാര്യങ്ങളൊക്കെ ഇവിടെ ലാസ്റ്റിൽ ഇവിടെ കല്യാണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെയാണ് നമ്മൾ കല്യാണം ഉണ്ടാവും ലാസ്റ്റില്. ഓ, അപ്പൊ ലാസ്റ്റ് ഇവിടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പെരുന്നാൾ തന്നെയാണ് പള്ളിക്കുന്ന് പള്ളിയിലെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പെരുന്നാളിന് ആന എഴുന്നള്ളത്ത് അല്ലേ, അതാണ് വലിയൊരു ശരിക്കും നമുക്ക് ഉത്സവം പോലെ. അപ്പം നമ്മളിനി എന്ത് ചെയ്യുന്നു, പള്ളിയിൽ നമുക്ക് കയറണം. എന്താ അവിടെയാണ് നമ്മുടെ പള്ളി ഉള്ളത്, കണ്ടോ ഗൈസ്. അപ്പൊ നമുക്കിനി ആ പള്ളീന്റെ മോള് അതെ മാതാവിന്റെ അടുത്ത് പോയി നമുക്ക് ഇങ്ങനെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. അപ്പൊ നമുക്കിനി പോണം. അപ്പൊ ഭയങ്കര തിരക്കാണ്. പോരാത്തിന് വെയിലും അതാണ് ഭയങ്കര സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, പോവാല്ലേ, നമുക്ക് പള്ളീൻ്റെ അടുത്തേക്ക് പോവാം. അപ്പൊ അമ്മച്ചി ഇവിടെ ഇരിക്കുകയാണ്. അമ്മച്ചി മൊത്തത്തില് മടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പം നമ്മുടെ പള്ളിക്കുന്ന് പെരുന്നാളിൻ്റെ ലാസ്റ്റ് ഡേയിൽ നമ്മുടെ ഈ കുറിച്ച വിഭാഗത്തിൽപ്പെട്ടവരുടെ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അതില്ല. നമ്മുടെ പള്ളീനെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാം ഗായ്സ്. അപ്പം പൊരിഞ്ഞ വെയിലത്താണ് നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അധിക നേരം നമുക്ക് ഈ വെയിലത്ത് നിന്നത് വെയിൽ കൊള്ളാൻ നമുക്ക് പറ്റുന്ന കാര്യമല്ല. കാരണം ഇപ്പോഴത്തെ വെയിൽ നിങ്ങൾക്കറിയാലോ, ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലാണ്. നമ്മൾ അൽഫാമും മന്തിയൊക്കെ ആയി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് തണലത്തേക്ക് നമുക്ക് മാറാം. ഓ ഗായ്സ്, അപ്പോൾ നമ്മുടെ പള്ളി കണ്ടോ, അവിടെ മാതാവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ക്യൂ നിന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഇതേപോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കണം. ഗായ്സ്, ഇപ്പോൾ
പള്ളിയോടനുബന്ധിച്ച് ഒരുപാട് നേർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒത്തിരി നേർച്ചകൾ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അതല്ലേ കല്ലൊക്കെ തലയിൽ വെച്ചുകൊണ്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കല്ല് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് കഠിനമായിട്ടുള്ള തലവേന അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് നേർച്ചയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പള്ളിയിലേക്ക് കയറാനുള്ള ക്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. യെസ് ഗായ്സ്, നമ്മള് പള്ളിയിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്കിനി നമ്മുടെ ഷൂ ഒക്കെ നമുക്ക് ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോവാട്ടോ. അല്ലെങ്കിൽ നമ്മള് പള്ളിൻ്റെ ഉള്ളിൽ കയറുമ്പോ പുറത്ത് അഴിച്ചിട്ടുണ്ട് വരും. അപ്പൊ അതിൽ നമുക്ക് ഇവിടെ അഴിച്ചിട്ടിട്ട് പോവാം. അപ്പം അമ്മച്ചി പള്ളിയിലേക്ക് കയറുന്നില്ല, അമ്മച്ചിക്ക് സ്റ്റെപ്പ് കയറാനുള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് വേഗം പള്ളിയിലേക്ക് കയറാൻ വേണ്ടി പോവാം. അപ്പൊ പള്ളിയിലേക്കുള്ള ക്യൂ ആണ് ഗായ്സ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വലിയൊരു ക്യൂ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പള്ളിൻ്റെ ഉള്ളിലേക്ക് പോവാം ഗായ്സ്. അങ്ങനെ നമ്മളിനി പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ ഇതേ നമ്മൾ 4 പേര് നടന്നു പോവാണ്. അപ്പോൾ വലിയൊരു ക്യൂ ആണ് നമ്മുടെ പള്ളീൻ്റെ ചുറ്റിനുമുള്ളത്. അപ്പോൾ പള്ളി ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ച പോലെ വന്നിട്ടാണ് നമ്മളിനി മുകളിൽ നമ്മുടെ മാതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി പള്ളീൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് മുകളിൽ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചേക്കാട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിത് പോവാണ് ഗായ്സ്. അപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പള്ളിക്ക് സത്യം പറഞ്ഞാൽ വഴിയൊന്നും തെറ്റിപ്പോയായിരുന്നു. പിന്നെ ഞങ്ങൾ കറങ്ങി ചുറ്റി വന്നതേ ലൈനിൻ്റെ ബാക്കിൽ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെയല്ല, ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിപ്പുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാനാണ് നിൽക്കുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ബാക്കിലെ ക്യൂ വളരെ വലുതാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ ഗായ്സ്. അപ്പോൾ നോക്കിക്കേ, പള്ളീൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് കണ്ടില്ലേ, മുട്ടിൽ കുത്തി അവർ നടക്കുന്നതൊക്കെ. അപ്പം പള്ളീൻ്റെ ഉള്ളിലവർക്ക് പ്രത്യേകം സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അപ്പം ഇവതൊക്കെ ചെയ്യുന്നതൊരു നേർച്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നേർച്ച അരിയും അതുപോലെ തന്നെ അരിമ്പാറ അപ്പമാണ് ആ കവറിൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ കല്ലെടുത്തും എല്ലാവരും നേർച്ച ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ നമുക്കും കല്ലെടുക്കണം. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും മെഴുകുതിരിയൊക്കെ കത്തിക്കണം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പള്ളിയിൽ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കുക എന്നതാണ് ഫസ്റ്റത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ, പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെ കണ്ടില്ലേ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് നമ്മുടെ യേശുദേവൻ്റെ മാതാവിൻ്റെ ഒക്കെ പിക്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്നപ്പോഴാണ് ഇവിടെ കണ്ടില്ലേ ഒരുപാട് ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞാവന്മാർ ഉണ്ടാവാത്തവർക്ക് നമ്മുടെ മാതാവിൻ്റെ അടുത്ത് വന്ന് നേർച്ച ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ദൈവം കൊടുത്ത കുഞ്ഞാവന്മാരുടെ ഫോട്ടോസാണ് ഇവിടെ ഫുള്ളി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ മാതാവിൻ്റെ അടുത്ത് എന്ത് കാര്യം നമ്മൾ പ്രാർത്ഥിച്ചോ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും. അത് അച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓരോ നേർച്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാവരും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ കാണുന്നത്. അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് ഉറപ്പായിട്ടും നമുക്ക് നേർച്ച ചെയ്യാവുന്നതാണ്. എന്തായാലും നടന്നിരിക്കും. അത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം തരികയാണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ വെയിലത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പ് തണലായിരുന്നു, ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ വെയിലും തണലൊക്കെ നമ്മൾ താണ്ടി നമ്മൾ നിൽക്കുകയാണ് കേട്ടോ. ആ ടൈമിലാണ് പൈങ്കിളിക്ക് ബോറടിച്ചിട്ട് പൈങ്കിളി അടുത്തുള്ള തൂണിലെ പെയിൻ്റൊക്കെ ഇതേ പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈങ്കിളി അല്ല കേട്ടോ ഇത്രയും പൊളിച്ചത്, നിന്ന് ബോറടിച്ച് വേറെ ആരൊക്കെയോ പൊളിച്ച് കളഞ്ഞാന്നാണ് തോന്നുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ അമ്മച്ചി ഇതേ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പള്ളിക്ക് ചുറ്റും റൗണ്ട് അടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അമ്മച്ചീൻ്റെ തൊട്ടടുത്ത് നമ്മളിത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ ഈ പള്ളീനെ പറ്റി ഒരുപാട് കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടൊരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പള്ളി ഇരിക്കുന്ന സ്ഥാനത്ത് ഒരു അമ്പലമായിരുന്നു എന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഭദ്രകാളിയുടെ ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മളിത് അറ്റ് ലാസ്റ്റ് നമ്മുടെ പള്ളീൻ്റെ ഉള്ളിലേക്ക് ഇനി പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്മുടെ മാതാവിൻ്റെ അടുത്താണ് നമുക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പള്ളീൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പൊക്കെ ഒന്ന് നോക്കിക്കേ. ശരിക്കും എന്താ പറയുക, സ്പ്രിങ് പോലത്തെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി ചുറ്റി വേണം മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കയറി അതിസാഹസികമായി കയറിയിട്ടാണ് നമ്മുടെ മാതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. എന്തായാലും എന്തുകൊണ്ട് സേഫ്റ്റിയാണ്, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിതേ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പൊന്നും നമ്മുടെ അമ്മച്ചിക്ക് കയറാൻ പറ്റില്ല. അമ്മച്ചിക്ക് കാലുവേദന ആയതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് കുറേ നേരം നിൽക്കാനും അതുപോലെ തന്നെ സ്റ്റെപ്പൊന്നും കയറാനും അമ്മച്ചിക്ക് പറ്റില്ല, വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അമ്മച്ചി പള്ളീനുള്ളിൽ കയറാൻ അമ്മച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അരിമ്പാറ അപ്പമൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് നമ്മളിതേ
എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാതാവിൻ്റെ അടുത്ത് മനസ്സ് തുറന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്നും നല്ലത് വരുള്ളൂ കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മളിതേ മാതാവിൻ്റെ അടുത്ത് നമ്മൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പം മാതാവിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് നേർച്ച നമ്മൾ കൊടുക്കുന്ന അരിയും കൊണ്ട് അവർ നമുക്ക് പ്രസാദവും കൂടി തരും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന അരി വറുത്തിട്ട് നമ്മുടെ അരിപ്പാറ അപ്പമൊക്കെ ഇട്ടിട്ട് കുരുമുളകെല്ലാം ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ള പ്രസാദം നമുക്ക് തരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രസമാണ്, ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അരിമ്പാറ അപ്പമൊക്കെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് അതും കഴിച്ചുകൊണ്ട് നമ്മളിനി അപ്പുറത്തെ സൈഡിൽ കൂടി താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഏകദേശം സ്പ്രിങ് സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വയനാട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ പള്ളിക്കുന്ന് പള്ളിയിൽ വന്നിട്ട് വിസിറ്റ് ചെയ്യാതെ പോവരുത് കേട്ടോ. അപ്പം നമ്മളിതേ താഴേക്ക് നമ്മൾ ഇറങ്ങുകയാണേ. അങ്ങനെ നമ്മളിതേ താഴെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിനി അമ്മച്ചിക്ക് നമുക്ക് ഈ പ്രസാദമൊക്കെ കൊണ്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പള്ളീൻ്റെ ഉള്ളിലേക്കും കൂടി നമുക്ക് കയറണം. അതുപോലെ തന്നെ നമുക്ക് കല്ലെടുക്കാനുണ്ട്. നമ്മൾ നിറന്നതാണ്. അപ്പോൾ നമുക്ക് കല്ലൊക്കെ എടുക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് പള്ളീൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് നമുക്ക് പോവാം അല്ലേ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നമ്മളിതേ പള്ളീൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നോക്കുന്ന ടൈമിൽ എല്ലാവരും തലയിലൊക്കെ ഇട്ട് എല്ലാവരും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അമ്മച്ചിക്ക് നമ്മൾ വന്നിട്ട് പ്രസാദമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിക്കുക, നമ്മളിവിടെ കുറച്ച് നേരം നമ്മളിവിടെ തണലത്ത് നിന്ന് നിൽക്കുകയാണ്. ഇനി അമ്മച്ചീനെയും കൂട്ടിക്കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോവുകയാണ്, പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പള്ളീൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേർച്ച ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പള്ളീൻ്റെ ഫ്രണ്ടിൽ തന്നെ മുട്ടുകുത്തിയിരുന്ന് നമ്മുടെ മാതാവിൻ്റെ അടുത്തും യേശുദേവൻ്റെ അടുത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന ടൈമിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ യേശുദേവൻ ഇത് അങ്ങ് ദൂരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ തിരക്കിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പുഴു പോകുന്ന പോലെ നമ്മൾ പോവുകയാണ് എല്ലാവരുടെയും ഇടയ്ക്ക് കൂടി. അപ്പം ഞാനിതേ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് നിന്ന് പ്രാർത്ഥിക്കാം എന്ന് ഓർക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതേ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഫാദർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കേട്ട് കുറച്ച് നേരം അത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഇതേ അവർ നമുക്ക് പ്രസാദം അവിടുന്ന് നമുക്ക് തരുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടി നമുക്ക് വാങ്ങിയേക്കാം. അപ്പം നമ്മളെപ്പോൾ വന്നാലും ഇവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ വന്ന ടൈമിൽ അവിടെ പ്രാർത്ഥന നടക്കുമല്ലായിരുന്നോ. അപ്പോൾ എന്തായാലും നമുക്ക് വാങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ ചെന്ന പാടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളതും വാങ്ങിയിട്ട് നമ്മളിനി പുറത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പള്ളിക്കുന്നിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ കമ്പളക്കാട് വന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് വന്നാൽ മതി. പള്ളിക്കുന്ന് പള്ളി എന്ന് പറഞ്ഞാൽ ആർക്കായാലും അവിടെ അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എന്തായാലും നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത് അരിമ്പാറ അപ്പം ഞാനെടുത്ത് കടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഇതും കഴിച്ചുകൊണ്ട് നമുക്കിനി പുറത്തേക്ക് നടക്കാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മളിതേ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചെരുപ്പിടാൻ വേണ്ടിയിട്ട് പോവാല്ലേ. എന്നാൽ വാ ഗായ്സ്, നമുക്ക് പോവാം. അപ്പം നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി കല്ലെടുക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേർച്ച ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഒത്തിരി പരിപാടികളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് കടയിലേക്ക് പോകണം, ഷോപ്പിംഗ് ചെയ്യണം. അതാണ്. അപ്പം നമുക്ക് പോകാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഇതേ ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണേ ഗായ്സ്. അപ്പം നമ്മളിനി കല്ലെടുക്കാൻ വേണ്ടി പോവാല്ലേ. അപ്പം നമ്മൾ നേർന്നിട്ടുണ്ട്. നമുക്ക് കല്ലെടുത്തിട്ട് നമ്മുടെ ഈ പള്ളീൻ്റെ ചുറ്റും 3 പ്രാവശ്യമാണ് നമ്മൾ നേർന്നേക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് വേഗം പോയിട്ട് ഇഷ്ടമുള്ള സൈസിലുള്ള കല്ലെടുക്കാം അല്ലേ. അവസ്ഥയാണ് ഗൈസ്. അപ്പം നമുക്ക് പോവാം. 10 പ്രാവശ്യം എടുത്തായിരുന്നു. 10 പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 10 പ്രാവശ്യം കല്ലെടുത്ത് റൗണ്ട് അടിച്ചു. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം 3 പ്രാവശ്യം റൗണ്ട് അടിക്കാം, നടക്കാം. അപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പോൾ കല്ല് ഇത് അവിടെ ഒരു സാധനത്തിൻ്റെ ഉള്ളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ 4 പേരും എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചി അവിടെ പോയി ഇരിക്കുകയാണ് അല്ലേ മമ്മേ. നമുക്ക് എടുക്കാം ഗായ്സ്. അപ്പോൾ നമ്മുടെ കല്ലുള്ളത് അവിടെയാണ്. ത്യാഗ മനോഭാവത്തോടും കൂടി ചെയ്യുന്ന ആളാണ് മഹാൻ അല്ലെങ്കിൽ മഹതി. ഗായ്സ്, അപ്പം നമുക്ക് ഇഷ്ടമുള്ള അത്രയും കല്ലുകൾ നമുക്കിപ്പോൾ 3 കല്ലെടുക്കണമെങ്കിൽ 3 കല്ലെടുക്കാം, വലുതെടുക്കണമെങ്കിൽ വലുത്, ചെറുതെടുക്കണമെങ്കിൽ ചെറുത്. അപ്പോൾ നമ്മൾ നേർന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതേ അമ്മയും വാവാറ്റയൊക്കെ കല്ലെടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേ ഞാനും എടുക്കാൻ പോവുകയാണേ.
വളരെ മനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൈങ്കിളിക്ക് കൊടുത്തിട്ടുണ്ട് ടീച്ചർ വേറെ ഒരു കുട്ടിയോട് ചോദിച്ചു. ആ കുട്ടി ഇപ്രകാരം പറഞ്ഞു, മദർ ഞാൻ പൈങ്കിളിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കല്ലെടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. കുട്ടി ഇപ്രകാരം പറഞ്ഞു, പാവപ്പെട്ടവരിൽ വലിയ കല്ലാണ് എടുത്തത്. യേശുവിനെ ഗായ്സ്, അങ്ങനെ നമ്മൾ കല്ലെടുത്തിന് പള്ളീൻ്റെ ഫ്രണ്ടിൽ പോയി നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ ആഗ്രഹം പറഞ്ഞ്. അങ്ങനെ നമ്മൾ പള്ളീനെ 3 പ്രാവശ്യം നമ്മളിനി വലം വയ്ക്കാനും കൂടി പോവാണ് കേട്ടോ. നമ്മുടെ മാതാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഉപേക്ഷിച്ച് നമ്മളിൽ ഗായ്സ്. അപ്പോൾ ഞാൻ തലയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പള്ളീനെ ചുറ്റും റൗണ്ട് ഗായ്സ്. ഇപ്പോൾ നമ്മളിനി പള്ളീനെ ചുറ്റും കല്ലുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ താഴെ വെക്കാതെ വേണം നടക്കാൻ. അങ്ങനെ നമ്മളിത് കല്ലെടുത്തുകൊണ്ട് പള്ളിക്ക് ചുറ്റും നമ്മൾ വലം വെക്കുകയാണ്. അപ്പം അമ്മ ഓൾറെഡി എടുത്തിട്ട് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് വലം വെച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹം നമ്മൾ മനസ്സിൽ പറയുന്നത്, അത് നമ്മൾ എന്തിനാണോ നമ്മൾ നേർന്നത് ആ ആഗ്രഹം നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ പള്ളിക്ക് ചുറ്റാനായിട്ട്. അപ്പം നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പള്ളിക്ക് വലം വെക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടമുള്ള അത്രയും കല്ലുകൾ നമുക്ക് തലയിൽ വെക്കാം. അപ്പോൾ 3 കല്ലോ 5 കല്ലോ അല്ലെങ്കിൽ വലിയ കല്ലോ, അപ്പോൾ അതിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ദൈവത്തിനോട് നമ്മൾ പറയുന്നത് ആ രീതിക്ക് നമ്മൾ എന്തായാലും നമ്മളത് എടുത്തിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ വിപരീത ഫലമായിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളത് തമാശയായിട്ട് കാണരുത് ഗായ്സ്. അങ്ങനെ നമ്മളിത് കല്ലെടുത്ത് 3 പ്രാവശ്യം ഇപ്പം വലം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വഴിക്ക് നിന്ന് മമ്മേനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മമ്മേനെയും കൂട്ടി വെയിലത്ത് കൂടി നമ്മുടെ പള്ളിക്ക് ചുറ്റും നമ്മൾ വലം വെച്ച് കഴിഞ്ഞ് ഇതേ പള്ളീൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മളിനി വരികയാണ്. ഇനി നമ്മൾ പള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് തലയിൽ നിന്ന് നമ്മൾ കല്ലെടുക്കണം. അങ്ങനെ ഈ കല്ല് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എവിടെയാണോ നമ്മൾ എടുത്തത് അവിടെ തന്നെ തിരിച്ച് വെക്കുക. അപ്പം നമ്മൾക്ക് എന്തൊരു കാര്യത്തിന് നമുക്ക് റെസ്പോൺസിബിലിറ്റി നമുക്ക് തീർച്ചയായിട്ടും വേണം. എന്തൊരു കാര്യം ചെയ്താലും നമുക്ക് റെസ്പോൺസിബിലിറ്റി എന്തായാലും ഉണ്ടാവണം. നമ്മളെങ്ങനെ കല്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എവിടെ നിന്നാണോ നമ്മുടെ കല്ലെടുത്ത് ആ കേജിൻ്റെ ഉള്ളിലേക്ക് നമ്മളിനി കല്ല് കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ ഈ എടുത്ത കല്ല് എത്ര പേര് എടുത്തതായിരിക്കും അല്ലേ? നമുക്ക് കല്ല് തലേന്ന് എടുക്കാട്ടോ. നമ്മുടെ നേർച്ച കഴിഞ്ഞിട്ടുണ്ട്. ഗായ്സിന് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഗായ്സ്, അപ്പോൾ നമ്മളിനി നേർച്ച ഭക്ഷണം കഴിക്കാൻ പോവാം അല്ലേ? അപ്പോൾ അമ്മച്ചീനെ നമ്മളിവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരുമിച്ച് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോവാം. അപ്പോൾ അവിടെ വലിയൊരു ക്യൂ തന്നെയായിരിക്കും, അത് നമുക്ക് ഇപ്പോഴേ അറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാവേ ഗായ്സ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ നേർച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ വന്നാലും നമ്മുടെ പള്ളിയിൽ നമ്മൾ നേർച്ച ഭക്ഷണം കഴിക്കാതെ പോവില്ല. അപ്പോൾ ഇതേ അമ്മച്ചീനെ നമ്മളിവിടെ ഇരുത്താണ്, കാരണം അമ്മച്ചിക്ക് ക്യൂ നിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് കണ്ടോ, ഭയങ്കര വലിയ ക്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വലിയ ക്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോയിട്ട് നേർച്ച ഭക്ഷണം കഴിച്ചിട്ട് വരാം അല്ലേ? ഓക്കെ ബാ ഗായ്സ്. അങ്ങനെ നമ്മൾ അമ്മച്ചീനെ സേഫ് ആക്കി ഇരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പോവാ, ഭക്ഷണം കഴിക്കാൻ പോവാ, നേർച്ച ഭക്ഷണം. യെസ്, അപ്പോൾ നമുക്ക് നടക്കാം. അപ്പോൾ ഇവിടെ നേർച്ചയ്ക്ക് കൊണ്ടുവരുന്ന അരി ഇട്ടിട്ടാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലേ? നമ്മൾ നേർച്ചയ്ക്ക് കൊടുക്കുന്ന അരി അതിട്ടിട്ടാണ് നമുക്കിവിടെ ഫുഡ് തരുന്നത്. അപ്പോൾ വലിയ ബടാ ക്യൂ ആണ്. അപ്പോൾ നമുക്ക് ക്യൂവിലേക്ക് നിൽക്കാം. നേർച്ച ഭക്ഷണം കഴിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, ഭയങ്കര ക്യൂ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ മാതാവിൻ്റെ ഒരു പിടി ചോറ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അത് നമുക്ക് അർഹതയുള്ള ഫുഡാണ്. അങ്ങനെ നമ്മളിതേ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം വെയിൽ, നല്ല വെയിലുണ്ട്. ഭാഗ്യത്തിന് നമ്മൾ നിൽക്കുന്നിടത്ത് തണലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വെയിൽ കുറേ നേരം നിന്നിട്ടാണ് നമ്മൾ നേർച്ച ഭക്ഷണം കഴിക്കാനൊക്കെ ആയത് കേട്ടോ. ഈ പ്രാവശ്യം അത്രയും വെയിൽ എന്തായാലും നമ്മൾ നേർച്ച ഭക്ഷണം കഴിക്കുന്നിടത്ത് കൊണ്ടിട്ടില്ല ഗായ്സ്. അങ്ങനെ നമ്മളിത് ഏകദേശം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ആളുകൾ ഗ്രൗണ്ടിൽ കൂട്ടം കൂടി നിൽക്കരുത്, പുറത്തേക്ക് പോകണം കേട്ടല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ആളുകൾ ഗ്രൗണ്ടിൽ കൂട്ടം കൂടി നിൽക്കാതെ പുറത്തേക്ക് പോകണം. ഗായ്സ്, അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ അവിടെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ക്യൂവിൽ നിന്നും ഫുഡ് വാങ്ങി എല്ലാവരും പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ നോക്കുന്ന ടൈമിൽ നമുക്ക് നിന്നോ അല്ലെങ്കിൽ ഇരുന്നോ ഫുഡ് കഴിക്കാനുള്ള സജ്ജീകരണം ഇവിടെ ഇല്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ നമുക്ക് പ്ലേറ്റ് തന്ന ഒരാൾ നമ്മുടെ ക്യാമറയ്ക്ക് ഇതിപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫുഡും വാങ്ങുകയാണ്. അപ്പോൾ ഇതേ ഫസ്റ്റ് നമുക്ക് ചോറ് കിട്ടി, പിന്നെ നമുക്കിതേ സാമ്പാറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് നടക്കാം.
ഗായ്സ് അങ്ങനെ നമ്മളിത് ഫുഡ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ മമ്മയൊക്കെ ഫുഡ് വാങ്ങിയിട്ട് എവിടെ പോയി? അതാ അവർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് പോയിട്ട് സേഫായിട്ട് നമുക്ക് കഴിക്കാവേ. ലെറ്റ്സ് ഗോ. ഗായ്സ് അങ്ങനെ നമ്മളിത് ചോറും വാങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി അമ്മച്ചീനെ വിളിക്കാൻ പോകണം. ഇവിടെയാണ് നോക്കിക്കുക, നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സജ്ജീകരണം ഇവരിവിടെ ചെയ്തിട്ടില്ല. ഫുഡ് വെക്കാനൊരു സാധനമല്ല, കാരണം ഫുഡ് വെക്കാൻ വേണ്ടി നിന്ന് കഴിക്കാനുള്ള സ്ഥലത്ത് നിന്ന് നമ്മളെ വേഗം അവർ മാറ്റി വിടുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്, പക്ഷേ ഇവർ നമ്മളെ അവിടെ നിന്ന് മാറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊരു ചെറിയ വിഷയമാണ്. നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെ നിന്ന് ഫുഡ് കഴിക്കും നമുക്കറിയില്ല. അമ്മച്ചിക്കാണെങ്കിൽ ഒന്നാമത്തെ കാലും വയ്യ, ഇതൊരു സീനാണ്. അപ്പോൾ ഫുഡ് വാങ്ങി നിൽക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അമ്മച്ചീനെ വിളിക്കാം അല്ലേ ഗായ്സ്. അപ്പോൾ അവരോട് ഫുഡും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു എനിക്കൊരു ഭയങ്കര വിഷയമായിട്ട് എനിക്ക് തോന്നി, കാരണം നമ്മൾ ഫുഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വെച്ച് കഴിക്കാനെങ്കിലും ഒരു സ്ഥലം അവർക്ക് ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളോട് മാറിപ്പോകാനാണ് പറയുന്നത്. എന്താ എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അമ്മച്ചീൻ്റെ അടുത്ത് പോയിട്ട് അമ്മച്ചീനെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് നടക്കാട്ടോ. അമ്മച്ചി പോവാ ബാ. അപ്പോൾ ഗായ്സ് ഞാൻ അമ്മച്ചീനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അമ്മച്ചി ഇതേ ബാഗ് എടുത്ത് വരികയാണ് കേട്ടോ. അമ്മച്ചി അവിടെ നമുക്ക് നിന്ന് കഴിക്കുന്ന സ്ഥലത്തില്ലേ, അവർ നമ്മളെ മാറ്റി വിടുക. എന്നിട്ട് ഫുഡും പിടിച്ചുകൊണ്ട് എല്ലാവരും അവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര വിഷയമാണ്. കഴിക്കാൻ പറ്റുന്ന സ്ഥലത്തുനിന്ന് എന്നോട് മാറി നിൽക്കാൻ പറയുക. എനിക്കറിയില്ല എന്താ എങ്ങനെയാണ്. അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടി ഇതേ അമ്മച്ചീനെ കൊണ്ട് ഞാൻ നടന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഭയങ്കര വെയിലല്ലേ അമ്മച്ചി? ഭയങ്കര വെയിലാണ് മൊത്തത്തിൽ. അടുത്ത അമ്മച്ചി പതുക്കെ പോവാം. ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ നേർച്ച ഭക്ഷണം വിളമ്പൽ 3 മണിക്ക് അവസാനിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നിന്ന് കഴിക്കണ്ടേ അമ്മ? എവിടെ ഇരിക്കുക? അമ്മച്ചീനെ ഇരുത്തണ്ടേ? അയ്യോ ഗായ്സ്, അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനുള്ള സ്ഥലം നമുക്ക് നോക്കാവേ. ഗായ്സ് അങ്ങനെ അമ്മച്ചി ഇവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് ഗായ്സ് ഇരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വിഷയം തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കര വിഷയം തന്നെയാണ്. അപ്പോൾ ഇതേ പാവാറ്റയും ഭയങ്കര ഇത് ആ സൈഡ് നിന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതേ ഞങ്ങൾ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഫുഡിൽ നമ്മുടെ കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാമ്പാറാണ് നമ്മുടെ കറി. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഗായ്സ്. ഗായ്സ് അപ്പോൾ നമ്മളിത് നിന്ന് ഫുഡ് കഴിക്കുകയാണ് അല്ലേ പാവാറ്റ? ഭയങ്കര ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സത്യമായിട്ട് ഭയങ്കര ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. വെച്ച് കഴിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാവും, പക്ഷേ എല്ലാം ഭയങ്കര മോഡേൺ ആകുമ്പോൾ അതൊന്നും ഇല്ലാതെ ആവും. മാക്സിമം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സത്യം ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ അമ്മച്ചിക്കാണ് വയ്യാത്തതുകൊണ്ട് അമ്മച്ചി ഇത് അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. നമുക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് വെക്കാനുള്ള ഒരു ഇതില്ല. അതാണ് കുറേ പേരുണ്ട്, എല്ലാവരും ഈ നിന്നാണ് ഗൈസ് കഴിക്കുന്നത്. ഗായ്സ് അപ്പം ഇവരിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രായമായവർക്കും അതുപോലെ തന്നെ അമ്മയും കുഞ്ഞുങ്ങൾക്കുമാണ് ഭയങ്കര ഡിഫിക്കൽട്ട്. കാരണം ഇത് അവിടെ ഒരു ചേച്ചി കുഞ്ഞാവയ്ക്ക് നിലത്തിരുന്നിട്ടാണ്, ചോറും പാത്രം നിലത്ത് വെച്ചിട്ടാണ് ചേച്ചി മാവയ്ക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രായമായവർക്ക് കാലൊന്നും വയ്യ, അവർക്ക് ഇരിക്കാനും പറ്റൂല. അത് ഭയങ്കര അവസ്ഥയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയാം. നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. ഗായ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ദൂരെ ഒരു ചേച്ചി നിലത്ത് ആ പാത്രം വെച്ച് അഴുക്കിൽ വെച്ചിട്ടാണ് ആ വാവയ്ക്ക് ചോറ് നിലത്ത് വെച്ചിട്ടാണ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഡിഫിക്കൽട്ടായിരുന്നു നിന്ന് കഴിക്കുന്ന ഒരു സീൻ. നമുക്കില്ലേലും അമ്മച്ചിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു വാവേനെ അവിടെ ഇരുന്ന് അവർ നിലത്തിരുത്തിയാണ് വാവേനെ ഫുഡ് കഴിപ്പിക്കുന്നത്. എനിക്കത് ഭയങ്കര വിഷമായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അതിനെല്ലാവരും തുപ്പി വൃത്തികേടാക്കുന്ന മണ്ണാണ്. അവിടെ ഇരുന്നിട്ടാണ് ആ ചേച്ചി ആ കൊച്ചിനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്നാലും പാത്രം കഴുകുന്നിടത്ത് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി വെച്ചുവാണിയിലേക്കൊക്കെ പോകാനുള്ളൊരു പരിപാടിയാണ് അല്ലേ? മെയിൻ ഐസ്ക്രീം കഴിക്കണം. ഫസ്റ്റ് നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടിക്ക് പോകാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ വേ പോവാം. അപ്പോൾ നമ്മുടെ അമ്മയും അമ്മച്ചിയും അവരവിടേക്ക് പോയിട്ടുണ്ട് പള്ളിയുടെ അടുത്തേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഗായ്സ് അപ്പോൾ നമ്മുടെ മമ്മയും അങ്ങനെ ഇതേ നമ്മുടെ അമ്മയും അമ്മച്ചി അവിടെ ഇരുന്ന് തണലത്ത് റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കും എന്തായാലും അവരുടെ അടുത്ത് പോയി ഇരിക്കുക അല്ലേ? അപ്പോൾ പള്ളിയിലേക്കുള്ള ക്യൂ ഒക്കെ ഇതാ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ പള്ളിയിലേക്കുള്ള തിരക്കുകളൊന്നും കുറഞ്ഞിട്ടില്ല, തിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും എന്ത് ചെയ്യാം, കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം.
ഭയങ്കരമായിട്ട് മടുത്ത് ഫുഡ് കഴിച്ചപ്പോഴേക്കും ടയേർഡായി. യെസ്, കമോൺ പങ്ക പങ്ക. ഇവിടെ പള്ളിക്ക് ചുറ്റൂതേ എല്ലാരും പള്ളിയിലേക്ക് കയറുകയാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളിത് റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിനി പള്ളീൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിലൊക്കെ നല്ല തിരക്കുകൾ ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്നുകൊണ്ടേ പോയിക്കൊണ്ടേ ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെയിലും അതേപോലെ തന്നെ എങ്ങനെയാണ് എല്ലാവരുടെയും നല്ല വെയിൽ കൊള്ളിക്കണമെന്ന് ഓർത്ത് നമ്മുടെ സണ്ണ് ഇങ്ങനെ നല്ല ഉറച്ച് വരികയാണ്. അപ്പം ഞാൻ ഇതൊന്നും കൂടി നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും ഞാനൊന്ന് കറക്റ്റാക്കി കാണിച്ചു തരികയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഐസ്ക്രീം. അപ്പോൾ ഐസ്ക്രീം ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലാന്ന് എല്ലാവർക്കും അറിയില്ലേ? യെസ് ഗായ്സ്, പ്രത്യേകിച്ച് നമ്മൾ പെരുന്നാളിനൊക്കെ വരുമ്പോൾ ഐസ്ക്രീം കഴിക്കാതെ എന്ത് എൻജോയ്മെൻ്റ് ഉള്ളത്. അങ്ങനെ ഞാനത് നമ്മുടെ മാതാവിനോടും യേശുദേവനോടും പ്രാർത്ഥിച്ചിട്ട് നമ്മളിനി പള്ളിയിൽ നിന്ന് നമ്മളിനി പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാല്ലേ ഗായ്സ്. അങ്ങനെ നമ്മളിനി തിരിച്ചു പോവുകയാണല്ലേ. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ കയറി കഴിഞ്ഞു. പള്ളിയൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിനി നമ്മുടെ ചടങ്ങായ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നടക്കാം. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഐസ്ക്രീമിൻ്റെ ഷോപ്സ് തുടങ്ങുന്നതോടെ മുതൽ അവസാനിക്കുന്നതോടെ വരെ ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും വാങ്ങുന്ന ഷോപ്സിൽ നിന്ന് തന്നെ കഴിക്കാം. അങ്ങനെ നമ്മളിത് ഐസ്ക്രീം ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ഐസ്ക്രീം വാങ്ങാം. നമ്മളെപ്പോൾ പള്ളിക്കുന്ന് വന്നാലും ഇവിടെ നിന്നാണ് നമ്മൾ ഐസ്ക്രീം വാങ്ങാറുള്ളത് കേട്ടോ. കാരണം പള്ളീൻ്റെ അടുത്ത് തന്നെയാണ് താനും. അതുകൊണ്ട് തന്നെ നമുക്ക് വന്ന് അവിടെ വേഗം കഴിക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇനി ദൂരേക്കൊന്നും ഐസ്ക്രീം തേടി നടക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഐസ്ക്രീം നമുക്ക് വാങ്ങാവേ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് സ്ട്രോബെറി ബാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ സ്ട്രോബെറി ബാറില്ല, മാംഗോ ബാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവോക്കാഡോ ബാറും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മാംഗോ ബാർ വാങ്ങാവേ. അപ്പം ഇവർ അവോക്കാഡോ ബാറിന് നമ്മൾ വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ 30 രൂപയാക്കി. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ 20ന്റെ 30 ആയിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ ചില കടക്കാർക്കൊക്കെ അതെ കേട്ടോ, നമ്മൾ എന്തെങ്കിലും വാങ്ങുമെന്ന് കാണുമ്പോഴേക്കും അവരങ്ങോട്ട് വില അങ്ങ് കൂട്ടി അങ്ങോട്ട് പറയേ. എന്തായാലും നമുക്ക് 30 രൂപേൻ്റെ വേണ്ട, 20 രൂപേൻ്റെ മാംഗോ ബാർ തന്നെ മതി. മാംഗോ ബാർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവോക്കാഡോ ബാറിന് ഇവിടെ 30 റുപ്പീസാണ്. നമ്മൾ ഇന്നലെ അമ്പലത്തിൽ നിന്ന് വാങ്ങിപ്പോൾ 20 റുപ്പീസ് ഉണ്ട്. അല്ല 20 ആണ്. ഓൺ ദ സ്പോട്ടിൽ അത് 30ലേക്ക് മാറിയതാണ് കണ്ടപ്പോൾ. ഇതാ മാംഗോ ബാർ ഇട്ടിട്ടുണ്ട്. ഇതാ നമുക്കിത് പൊട്ടിക്കാവേ. വേസ്റ്റ് ബാസ്കറ്റ് അവിടെ അപ്പോൾ നമ്മുടെ പങ്കം ക്യാമറയ്ക്ക് അവസ്ഥയാണ്. ക്യാമറമാൻ ഓൾവേസ് അവസ്ഥയാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഇത് എല്ലാവരും നമ്മുടെ അമ്മച്ചി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും പൊടിച്ച് കഴിക്കണം പങ്ക ഗായ്സ്. അങ്ങനെ നമ്മളിതേ നമ്മുടെ മാംഗോ ബാർ കഴിച്ച് ചിൽ വൈബാക്കാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വെയിലത്ത് നിന്നിട്ടാണ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് തണലത്ത് എവിടേക്കെങ്കിലും മാറി നിൽക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തണലുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ തപ്പി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഷോപ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ തണൽ. സത്യം പറഞ്ഞാൽ നല്ല തണൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു യോയൊക്കെ കൊടുത്ത് തണലത്ത് നിന്ന് നമ്മൾ ഐസ്ക്രീം കഴിക്കുകയാണ് ഗായ്സ്. അറ്റ് ലാസ്റ്റ് നമ്മൾ കൊന്ത വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഏതായാലും നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മൾ എന്താ കഴിച്ചിട്ടില്ല കേട്ടോ, കയ്യിലുണ്ടേ. അപ്പോൾ അതും കൈ പിടിച്ചുകൊണ്ട് നമ്മൾ കൊന്തേൻ്റെ കടേൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ട്, അപ്പോൾ പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു 3-4 ഷോപ്സ് ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് നമ്മളത് കൊന്ത വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലിടുന്നതാണ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാവേ, അവിടെ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. സൂപ്പറായിട്ടുണ്ട് ഗായ്സ്, ഭയങ്കര ഇഷ്ടമായി ഗായ്സ്. അപ്പം ഞാൻ ഈ എടുത്ത കൊന്തയ്ക്ക് 50 റുപ്പീസായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി കൂടുതലാണ്. എങ്കിലും എനിക്കത് കണ്ടിട്ട് വാങ്ങാതെ പോകാനൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാനവിടെ പേശാനൊന്നും നിന്നില്ല കേട്ടോ. ഇത് പോരെ പങ്ക? അത് ഇതല്ല, കല്ലല്ല, ഇതാ കല്ല. ഇത് കല്ലാടാ. ഗായ്സ്, ഇപ്പോൾ ഞാൻ 2 കൊന്തകൾ എടുത്തിട്ടുണ്ട്. എനിക്ക് 2 ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ എനിക്ക് ചേരുന്നത് ഏതാണെന്ന് മമ്മയ്ക്കാണ് അറിയുള്ളൂ. അപ്പം ഞാൻ എന്തൊരു ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിലും മമ്മേനോട് ചോദിക്കാതെ ഞാൻ എടുക്കൂല. മമ്മയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും ഞാൻ മമ്മേനോട് ഫസ്റ്റ് ചോദിക്കുക. അപ്പം മമ്മ പറയുകയാണ് ഏതാ ചേരുന്നത്. അപ്പോൾ നമ്മുടെ കടയിലുള്ള ചേട്ടനും പറയുന്നുണ്ട് ഷേപ്സ് ഇതാണ്, എനിക്ക് ചേരുന്ന ഇതാന്നൊക്കെ ചേട്ടനും പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായത് ഏതാ?
അത് മതി, മേടിച്ചോ. ഗായ്സ്, അപ്പം ഞാൻ ഫസ്റ്റ് എടുത്ത് തന്നെ കേട്ടോ എനിക്ക് ഇഷ്ടമായത്. പിന്നെ മമ്മയും പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള എടുത്തോളാൻ. അപ്പം അത് ചേരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു സമാധാനമായി. അങ്ങനെ ഇതേ ഞാൻ കൊന്ത വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതേ 50 റുപ്പീസൊക്കെ അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും റേറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു കേട്ടോ ഗായ്സ്. ആണ് എൻ്റെ ആഗ്രഹം പോലെ ഞാനിത് കൊന്ത വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പൈങ്കിളിക്ക് കയ്യിലിടുന്ന കൊന്തമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഞാനിത് കയ്യിലിട്ടിട്ടുണ്ട്. വാവ്, നല്ല രസമുണ്ട്. ഞാനിത് കയ്യിലിടാൻ പോവാണ്. അപ്പോൾ പൈങ്കിളിക്ക് നമുക്കൊരു കൊന്ത വാങ്ങാം കേട്ടോ. അപ്പോൾ പൈങ്കിളി മതിക്ക് വാങ്ങണോ? അപ്പോൾ നമുക്ക് പൈങ്കിളിക്ക് വേണ്ടിയിട്ടൊരു കൊന്ത വാങ്ങിയിട്ട് അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെ എന്തായാലും ഏകദേശം ഫുൾ കെട്ടുകൂടാണ്. നല്ല രസമുണ്ട്. ഓൺ ദ വേക്ക് ഇടണം. തലയിൽ കയറുന്നില്ല. നോക്കട്ടെ, ഞാൻ ഉള്ളിടാൻ പോവാം. പുറത്തിട്ടോ. ആയി, നല്ല രസമുണ്ട്. വെള്ളം. ഓക്കെ, അപ്പൊ പൈങ്കിളി നല്ല രസമുള്ള കൊന്ത വാങ്ങിയിട്ടുണ്ട്. കണ്ടു. എങ്ങനെയുണ്ട് ചേച്ചി? ആറ്റ വാങ്ങുന്നുണ്ടോ? അതാ ഗായ്സ്. അങ്ങനെ നമ്മൾ കൊന്ത വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് മുമ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാവാറ്റിക്ക് കൊന്ത വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടോ, ഒരുപാട് കടകൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കടകളുണ്ട്. അപ്പോൾ ട്രാക്ടറിൽ വെള്ളം കൊണ്ടുപോകാണ്. കാരണം പൊടിമണ്ണ് പറക്കുന്നതുകൊണ്ട് തന്നെ അവർ പോകുന്ന വഴിക്കൊക്കെ വെള്ളം തെളിച്ചുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മച്ചിക്ക് നടക്കാൻ പറ്റില്ല ഗായ്സ്. അമ്മച്ചിക്ക് ഭയങ്കര കാലുവേദനയാണ്. അതുകൊണ്ട് തന്നെ നടക്കാനുള്ളൊരു കഷ്ടപ്പാടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പള്ളീൻ്റെ എൻട്രൻസിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അമ്മച്ചിക്ക് ഇരിക്കാനുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഈ വഴിക്കൂടെ എങ്ങാനും കുറച്ച് ചെയറൊക്കെ അവർക്ക് ഇടായിരുന്നു. കാരണം ഈ നടക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, കോടയും വട്ടിയും ചട്ടിയും കലവും പൊരീൻ്റെ കടയും ഫുഡിൻ്റെ എന്തിൻ്റെ വേണോ എല്ലാ കടകളും നമ്മുടെ പള്ളിക്കുന്ന് പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചേട്ടന്മാരൊക്കെ വിളിച്ച് നമ്മളോട് പറയുകയാണ്, മാല വേണോ, വള വേണോ, കത്തി വേണോ, നിങ്ങൾ എവിടുന്നാ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ വരെയാണ് നമ്മളോട് ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും അതൊക്കെ നല്ല കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിക്ക് ശരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കിയിട്ടാണ് ഗായ്സ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, അമ്മച്ചീൻ്റെ ഡിഫിക്കൽട്ടീസ് കണ്ടപ്പോൾ നമുക്കും ഭയങ്കര വിഷമം തോന്നി. കാരണം നമുക്കറിയാം ഒരു ചെറിയ വേദന വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അമ്മച്ചിക്ക് നടക്കാൻ പറ്റാതാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അമ്മച്ചീനെ നമുക്ക് സേഫായിട്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടിരുത്തിയേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം നോക്കിപ്പോയി. ഇവിടെ ഒന്നുമാണ് ഇരിക്കാൻ ഒരു സ്ഥലവും പോലും ഇല്ല. അതോ നല്ല വെയിലും. നമുക്കൊക്കെയാണ് കുഴപ്പമില്ല, പക്ഷേ അമ്മച്ചിക്ക് കാല് വയ്യല്ലോ, അതാണ് സീൻ കേട്ടോ ഗായ്സ്. അമ്മച്ചീനെ എന്നിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ വരെ നടത്തിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതേ അമ്മച്ചിക്ക് തീരെ വയ്യ അമ്മച്ചിക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു മാതാവുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെഴുകുതിരിയെ കത്തിക്കുക. അപ്പോൾ അവിടെ ഭാഗ്യത്തിന് ചെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന്മാരെ നമ്മളോട് ഇരുന്നോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മച്ചീനെ നമ്മളവിടെ സേഫാക്കി നമ്മൾ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ മാതാവിൻ്റെ അടുത്തിട്ടോ ഗായ്സ്. വാ, നമുക്ക് എന്തായാലും പ്രാർത്ഥിച്ചേക്കാവേ. അപ്പോൾ ഇവിടെ നോക്കുന്ന ടൈമിൽ നമ്മുടെ ഈ മാതാവ് നിൽക്കുന്ന കണ്ടോ, കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാവേ. അപ്പോൾ ഈ മാതാവ് നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് നോക്കിക്കേ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ ഒരുപാട് പൈസകൾ ഇട്ടിട്ടുണ്ട്. ചില്ലറ പൈസ കുഴപ്പമില്ല, പക്ഷേ നോട്ട് പൈസകളെല്ലാം കിടന്നിട്ട് ചീത്തയായി പോയേക്കുവാണ്. ഒരുപാട് നോട്ടുകൾ ചീത്തയായി പോയിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പിൽ ഭണ്ഡാരമുണ്ട്, അവർക്ക് അതിൽ നിക്ഷേപിക്കാമല്ലോ. പക്ഷേ ഇവിടെ ഇങ്ങനെ കൊണ്ടിടുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം തോന്നി. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നിന്നിങ്ങനെ വെള്ളം ഒഴുകുമായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വന്ന ടൈമിൽ അവിടെ നിന്ന് നമുക്കിങ്ങനെ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുമായിരുന്നു, തീർത്താണ്. പക്ഷേ ഈ പ്രാവശ്യം വന്ന ടൈമിൽ വെള്ളമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, എന്താണെന്നറിയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് താഴേക്ക് നടക്കാവേ. അപ്പോൾ ഇവിടെ ചെമ്മരിയാടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ രാത്രി ടൈമിലാണ് ഇവിടെ ഇതിലും കൂടുതൽ ബ്യൂട്ടി ആവുന്നത്. അപ്പോൾ ലൈറ്റ്സൊക്കെ കൊണ്ട് കണ്ടില്ലേ, നല്ല അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഴുകുതിരി അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഴുകുതിരിക്കൊക്കെ വന്നിട്ട് 20 റുപ്പീസിൻ്റെ 30 റുപ്പീസിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറേ പേര് നമ്മുടെ അടുത്തേക്ക് ഓടുന്ന മെഴുകുതിരി കയ്യിൽ പിടിപ്പിക്കുവേ. അപ്പോൾ കണ്ടോ, നമ്മുടെ ചെമ്മരിയാട് കൂട്ടനാണ്. അപ്പോൾ ആട്ടിൻകൂട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അവനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ ആടല്ല ചെമ്മരിയാട് കേട്ടോ, ചെമ്മരിയാടാണേ. അങ്ങനെ നമ്മൾ മെഴുകുതിരിയും പിടിച്ചുകൊണ്ട് നമ്മൾ അകത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ നമുക്കിത് അവിടെ മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ മെഴുകുതിരി കത്തിക്കാം. അപ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ നമ്മൾ നേർച്ചയായിട്ട് നേരവും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേർച്ചയായിട്ടൊന്നും നേർന്നിട്ടില്ല, എങ്കിലും ഇവിടെ
പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടൊരു മെഴുകുതിരിയെങ്കിൽ നമ്മൾ കത്തിച്ചേ മതിയാവുള്ളൂ കേട്ടോ. അപ്പം ഞാനിതേ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരുപാട് പേര് മെഴുകുതിരി ഇതേ കത്തിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറ്റും ഉണ്ട് അതിനൊപ്പം, അതൊരു വലിയ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് മെഴുകുതിരി നോക്കിക്ക് സ്മോളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ 6 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 30 റുപ്പീസിൽ 10 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 20 റുപ്പീസിലാകെ 6 എണ്ണം ഉള്ളൂ കേട്ടോ. മെഴുകുതിരിയാണെങ്കിൽ മെലിഞ്ഞ് ഇല്ലാതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും പോട്ടെ, നമുക്ക് എന്തായാലും മെഴുകുതിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെഴുകുതിരി കത്തിക്കാവേ. അപ്പം മെഴുകുതിരി കത്തിക്കുമ്പോൾ കണ്ടില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് കെട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം മെഴുകുതിരി കത്തിക്കുമ്പോൾ കാറ്റ് നല്ലോണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ അടിയും കൂടി കത്തിച്ചിട്ട് വെക്കുകയാണെങ്കിൽ അവിടെ തന്നെ നന്നായിട്ട് ഉറച്ചിരുന്നോളും. ഇപ്പം കണ്ടില്ലേ, ഞാൻ അങ്ങനെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മാതാവിനോട് നമുക്ക് എന്തായാലും നമ്മുടെ ആഗ്രഹമൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവേ. അപ്പോൾ ഒത്തിരി പേര് വന്നുകൊണ്ടും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ അമ്മച്ചീനെ സേഫാക്കി ഇരുത്തിയിട്ട് വീണ്ടും നമ്മുടെ പള്ളീൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം നമ്മളിവിടെ ഒരു കാര്യം മിസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയർ റിങ്സ്. അപ്പോൾ നമുക്കിവിടെ 30 റുപ്പീസിന് ഒരുപാട് രസമുള്ള ഇയർ റിങ്സ് ഇവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടും ലാഭമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം നമ്മൾ ഇന്നലെ ഉത്സവത്തിന് പോയപ്പോഴും അവിടെ ഒരു ജോഡി കമ്മലിന് പറഞ്ഞത് 70 രൂപയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം 30 രൂപേൻ്റെ കമ്മൽ വളരെ ലാഭമാണെന്നാണ് ഞാൻ പറയുള്ളൂ. അത് നമുക്ക് ഇഷ്ടമുള്ള കമ്മലുകൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാമല്ലേ. അപ്പോൾ വലിയ കമ്മലുകളാണ്, അത്യാവശ്യം വലിയ കമ്മലാണ്. എനിക്ക് ഈ കമ്മലുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് ആയിട്ട് കുറച്ച് വലുതായ കമ്മലുകൾ യൂസ് ചെയ്യുന്ന കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള 4 കമ്മലുകൾ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരോട് പാക്ക് ചെയ്യാണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടോ. ഗായ്സ്, അങ്ങനെ 4 കമ്മലുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 4 ജോഡി കമ്മലുകളാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ വേറൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിനും തന്നെ നല്ല റേറ്റ് ആയിരുന്നു. പിന്നെ ഞാനിവിടെ കണ്ടത് ഈ കമ്മലുകൾക്ക് നല്ല വിലക്കുറവായിരുന്നു. അതുമാത്രമാണ് എനിക്കിവിടെ കണ്ടതിൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ കമ്മൽ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കമ്മലിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. 4 അടിപൊളി ഇയർ റിങ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു വലിയ കമ്മലുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള 4 കമ്മൽ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളിതേ കമ്മലൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കമ്മൽ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഗായ്സ് സെക്കൻഡ് ടൈമും കൂടി നമ്മൾ ഇങ്ങോട്ട് വന്നത്. അല്ലെ നഷ്ടമായി പോയേനെ ഗായ്സ്. നമുക്ക് വള നമുക്ക് നോക്കാം ഗായ്സ്. ഇപ്പോൾ കളർഫുള്ളായ വള നോക്കാമെന്ന് പറഞ്ഞപ്പോൾ വളയ്ക്കൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ശിവരാത്രിയല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് ചേർന്ന കളറിലുള്ള വളയൊക്കെ ഇട്ട് നല്ല സൂപ്പർ ആവണ്ടേ ഗായ്സ്. ഇപ്പോൾ വളയൊന്നും നോക്കുന്നില്ല, നമുക്ക് എന്തായാലും ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വള വാങ്ങണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ വീണ്ടും സെക്കൻഡ് ടൈമും കൂടി നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് കയറി വരുന്ന വാട കാണുന്ന ഒരു കടയാണ്. അപ്പോൾ എല്ലായിടത്തും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഐസ്ക്രീംസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെയും സ്ട്രോബെറി ബാർ ചോദിച്ചപ്പോൾ ഇവിടെ സ്ട്രോബെറി ബാർ അല്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താക്കി ചോക്കോ ബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ചോക്കോ ബാർ വാങ്ങിയിട്ടുണ്ട്. കഴിക്കാവേ. അങ്ങനെ ഗായ്സ് ചോക്കോബാർ കണ്ടിട്ട് ഇതേ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയപ്പോഴാണ് ഗായ്സ് എൻ്റെ കാര്യം. അങ്ങനെ ഞാനിത് ചോക്കോബാറും കടിച്ച് ചവച്ച് നിന്നുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫുഡിൻ്റെ ഒക്കെ കട ഉണ്ടായിരുന്നില്ലേ. അപ്പം നമ്മൾ ഫുഡൊന്നും വാങ്ങിയില്ലല്ലോ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, അപ്പോഴാണ് നമ്മളൊരാളെ കണ്ടത്, നമ്മളെ ബലൂൺ. അതാണ് നമ്മുടെ വയറ് ബലൂൺ കേട്ടോ. അപ്പോൾ നല്ല രസമില്ല അത് കാണാൻ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നിട്ട് നമ്മൾ എന്തോ സാധനം വാങ്ങി കേട്ടോ. എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 50 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ വാങ്ങണമെന്ന് ഓർത്ത് അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബലൂൺ നമ്മുടെ ശിവരാത്രിക്ക് വരുവാണെങ്കിൽ നമുക്ക് വാങ്ങാം. ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ ബസ്സിലല്ലേ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബലൂൺ നമ്മൾ വാങ്ങിയില്ല. അപ്പോൾ കണ്ടോ ഗായ്സ്, ഇവിടെ എല്ലാവരും നടന്നു പോകുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പള്ളിയിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഫ്ലെക്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുകയും. അപ്പോൾ നമ്മൾ അതൊക്കെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മച്ചി അവിടെ നമ്മളെ കാത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ അമ്മച്ചിക്ക് നമുക്ക് ഈ ഐസ്ക്രീം എന്തായാലും കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മച്ചീൻ്റെ അടുത്തേക്ക് നടക്കാം ഗായ്സ്. അങ്ങനെ നമ്മൾ ഈ അമ്മച്ചിക്ക് ഐസ്ക്രീം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി ശരിക്കും ഒരു ഐസ്ക്രീം കൊതിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനും അതെ കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീമും ചോക്ലേറ്റും കേട്ടോ ഗായ്സ്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകണമെന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ പള്ളിനോടൊക്കെ ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ എന്തായാലും നമുക്കിനി 2 ബസ്സും കൂടി കയറിയാലാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബസ്സിലിരിക്കാം കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ
ഇനി ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വൈബ്സും കാര്യങ്ങളൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ സൂപ്പറായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ബൈ.